അവർ ടൂർ .1961 എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലണ്ടനിൽ നിന്ന് ട്രെയിൻ മാർഗം നോട്ടിംഗ്ഹാമിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലേതുപോലെ ഇലക്ട്രിഫൈഡ് സെക്ഷനാണ് ഇവിടെയുള്ളതെല്ലാം. എന്നാൽ ഇതിനുള്ളിലൂടെ ഡീസൽ ഘടിപ്പിച്ച ട്രെയിനുകളും ഓടുന്നുണ്ട്. ലണ്ടനിൽ നിന്ന് കഷ്ടിച്ച് 2.5 മണിക്കൂറോളം യാത്ര ചെയ്താലാണ് നോട്ടിംഗ്ഹാമിലേക്ക് എത്തുന്നത്. നോട്ടിംഗ്ഹാം എന്ന് പറയുന്നത് ഒരു ഗുഹാനഗരമാണ്. ഇവിടെ ഒരുപാട് ഗുഹകളുണ്ട് കാണുവാൻ. ഇത് വഴിയരികിലുള്ള ഒരു ചെറിയ സ്റ്റേഷൻ. നോട്ടിംഗ്ഹാമിൽ ഒരു പാലസ് ഉണ്ട്. നോട്ടിംഗ്ഹാം പാലസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. നോട്ടിംഗ്ഹാമിൽ വണ്ടി ഇറങ്ങിയ ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ കഴിഞ്ഞ് നേരെ പോയത് നോട്ടിംഗ്ഹാം പാലസ് കാണുവാനാണ്. നോട്ടിംഗ്ഹാം പാലസ് യഥാർത്ഥത്തിൽ ഒരു കൊട്ടാരമായിരുന്നില്ല, അതൊരു കോട്ടയായിരുന്നു. സിവിൽ വാർ കഴിഞ്ഞപ്പോൾ ഈ കോട്ട മുഴുവൻ തകർത്ത് തരിപ്പണമായി. ഇത് വീണ്ടും പുനർനിർമ്മിച്ചതാണ്. ഇതിനു മുന്നിലായി റോബിൻ ഹുഡിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. നമ്മുടെ നാട്ടിലെ കായംകുളം കൊച്ചുണ്ണിയുടെ മറ്റൊരു വകഭേദം. റോബിൻ ഹുഡ് ഒരു കൊള്ളക്കാരനായിരുന്നു. ഇയാൾ പണക്കാരിൽ നിന്നും കാശും സമ്പാദ്യവുമെല്ലാം തട്ടിപ്പറിച്ച് സാധുക്കൾക്ക് കൊടുക്കുന്ന ഒരു കൊള്ളക്കാരൻ. നമ്മുടെ നാട്ടിൽ കായംകുളം കൊച്ചുണ്ണിയും അതുതന്നെയല്ലേ ചെയ്തത്? റോബിൻ ഹുഡ് ഒരു കെട്ടുകഥാപാത്രമാണോ അതോ യഥാർത്ഥ വ്യക്തിയാണോ എന്നത് ഇപ്പോഴും ഒരു തർക്ക വിഷയമാണ്. ഷെർവുഡ് കാടുകളിൽ നിന്നാണ് ഇദ്ദേഹം ധനികരിൽ നിന്ന് മോഷ്ടിച്ച് പാവപ്പെട്ടവരെ സഹായിച്ചിരുന്നത്. ഈ കാണുന്നതാണ് റോബിൻ ഹുഡിൻ്റെ സ്റ്റാച്യു. ഇയാൾ ഏതു കാലത്താണ് ജീവിച്ചിരുന്നത് എന്നതിനെപ്പറ്റി പ്രത്യേകിച്ച് അറിവൊന്നുമില്ല. ഇതാണ് റോബിൻ ഹുഡിൻ്റെ സ്റ്റാച്യു. റോബിൻ ഹുഡിൻ്റെ കഥകൾക്ക് ഒരുപാട് വകഭേദങ്ങളുണ്ട്. ഏറ്റവും പ്രചാരമുള്ള കഥകളിൽ റോബിൻ ഹുഡ് ഒരു കുലീനനായിരുന്നു എന്നും അനീതിക്കെതിരെ പൊരുതുവാൻ നിയമം കയ്യിലെടുത്ത ആളാണെന്നും പറയുന്നു. ഷെർവുഡ് കാട്ടിലെ അദ്ദേഹത്തിൻ്റെ സംഘവും പ്രത്യേകിച്ച് ലിറ്റിൽ ജോൺ ഫിയർടക്ക് എന്നിവരും കഥകളിൽ പ്രധാന കഥാപാത്രങ്ങളാണ്. 12-ാം നൂറ്റാണ്ടിലോ 13-ാം നൂറ്റാണ്ടിലോ ആണ് ഇദ്ദേഹം ജീവിച്ചിരുന്നതായി കണക്കാക്കപ്പെടുന്നത്. ഞങ്ങൾ നോട്ടിംഗ്ഹാം പാലസിനുള്ളിലേക്ക് കടന്നു. ഒരു ഗുഹയാണ് ആദ്യം കാണുന്നത്. ഈ ഗുഹയിലൂടെ ഉള്ളിലേക്ക് പോയാലാണ് ഈ പാലസിനുള്ളിലേക്ക് എത്തുക. ഈ ഗുഹയ്ക്കുള്ളിലൂടെ അനവധി കൈവഴികളുണ്ട്. ശത്രുക്കളെ നേരിടുവാൻ പറ്റിയ തരത്തിലുള്ളതാണ് ഇതിൻ്റെ നിർമ്മാണ രീതി. ഇരുട്ടു നിറഞ്ഞ ഈ ഗുഹയിലൂടെ ശത്രുക്കൾക്ക് വരാനോ പോകാനോ സാധ്യമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ നിർമ്മാണ രീതിയുടെ പ്രത്യേകത. ആർട്ട് ഗാലറിയും പ്രവർത്തിക്കുന്നു. ഇത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ലൂമാണ് ഈ കാണുന്നത്. മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ നെയ്ത്തു മെഷീൻ വളരെ പഴയതാണ്.
യുദ്ധത്തിൽ പിടിച്ചവരെയും തടവുകാരെയും തലവെട്ടാൻ ഉപയോഗിച്ചിരുന്ന മഴുവും അവരെ കിടത്തി ശിക്ഷ നടപ്പാക്കിയിരുന്ന ഒരു കട്ടിലുമാണ് ഈ കാണുന്നത്. അവരെ തൂക്കിക്കൊല്ലാൻ ഉപയോഗിച്ച കയറും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇത് അന്നുകാലത്തുള്ളൊരു വാളാണ്. ഇതൊരു ആർട്ട് ഗാലറി. ഇവിടെ അന്നുകാലത്ത് ഉപയോഗിച്ചിരുന്ന അനവധി വസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കരിങ്കല്ലുകൊണ്ടുള്ള കോട്ടയുടെ ഭിത്തി ഇന്നും വളരെ ഭംഗിയായി സംരക്ഷിച്ചിരിക്കുന്നു. ഇതെല്ലാം കണ്ട ശേഷം ഞങ്ങൾ പുറത്തു കടന്നു. അതിവിശാലമായൊരു മൈതാനമുണ്ട് അതിനു പുറത്ത്. കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ കെട്ടിടം പൊളിക്കുക അസാധ്യമാണെന്ന് തോന്നും. എങ്കിലും സിവിൽ വാർ കഴിഞ്ഞ ഉടനെ ഇതെല്ലാം നാമാവിശേഷമായി എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അതിനു ചുറ്റുമുള്ള മൈതാനവും പരിസരവും എല്ലാം ഞങ്ങൾ നടന്നു കണ്ടു. ഈ കോട്ടയും പരിസരവും എത്ര ഭംഗിയും വൃത്തിയുമുള്ളതായിട്ടാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതാണ് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം. ഇതാണ് നമ്മൾ കണ്ടു പഠിക്കേണ്ടതും. ഈ കൊട്ടാരത്തിനുള്ളിൽ നിന്നും പട്ടണപ്രദേശത്തേക്ക് ഒരു ടണലുണ്ട്. ഈ ടണലിൻ്റെ പേര് മർഡർ ടണൽ എന്നാണ്. ഇതിനു പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അതിലൊന്ന്, പഴയ കാലത്ത് തടവുകാരെ രഹസ്യമായി പോകാനും ചിലപ്പോൾ വധിക്കാനും ഈ ടണൽ ഉപയോഗിച്ചിരുന്നു. മറ്റൊന്ന്, ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ രാജാവിനും സൈന്യത്തിനും രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും കൂടിയായിരുന്നു ഇത്. ഈ ടണലിലൂടെ ഞങ്ങൾ പട്ടണപ്രദേശത്തേക്ക് നടന്നു നീങ്ങി. വളരെ തണുപ്പുള്ള ഒരു പ്രദേശം. ഇതിനുള്ളിൽ ചുണ്ണാമ്പ് കല്ലാണ് ഞങ്ങൾ കണ്ടത്. ഇത് അതിനുള്ളിലുള്ള ഒരു കിണറാണ്. ഇതിനുള്ളിൽ വെള്ളം ശേഖരിക്കാനും ഉപയോഗിക്കാനും പറ്റുമെന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞത്. ടണലിനുള്ളിലൂടെ പുറത്തു കടന്ന് ഞങ്ങൾ നേരെ പോയത് സെന്റ് മേരീസ് ചർച്ച് കാണാനാണ്. ഇതാണ് സെന്റ് മേരീസ് ചർച്ച്. സെന്റ് മേരീസ് ചർച്ച് നോട്ടിംഗ്ഹാമിലെ ഏറ്റവും പഴക്കമേറിയ ഇടവക ദേവാലയമാണ്. ഇതിന് വളരെ പ്രധാനമായ പ്രാധാന്യമുണ്ട്. ഈ കെട്ടിടം ഗോതിക് വാസ്തുവിദ്യാ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പണ്ട് നഗരത്തിലെ പ്രധാന സിവിക് ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിച്ചിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഗോതിക് ദേവാലയം നഗരത്തിലെ ഏറ്റവും പഴക്കമേറിയ കെട്ടിടങ്ങളിൽ ഒന്നാണ്. ഇതിൻ്റെ മനോഹരമായ വാസ്തുവിദ്യയും ഉള്ളിലെ കൊത്തുപണികളും വളരെ ശ്രദ്ധേയമാണ്. ഈ ചർച്ചിൽ മനോഹരമായ നിറമുള്ള ഗ്ലാസ് ജനാലകളും കൊത്തുപണികളുള്ള കല്ലുകളും കാണാം. കൂടാതെ ഇവിടെ പഴയ ശവകുടീരങ്ങളും സ്മാരകങ്ങളും ഉണ്ട്.
ചർച്ചിൻ്റെ മാളികയ്ക്ക് മുകളിൽ നിന്നുള്ള കാഴ്ചയും അതിമനോഹരമാണ്. ഈ ചർച്ച് നിർമ്മിക്കുവാൻ അനവധി വർഷങ്ങളെടുത്തു. പല കാലഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നോട്ടിംഗ്ഹാമിലെ മറ്റു വീഡിയോയുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.